ചിൽഡ്രൻ, നമ്മൾ ഇന്ന് ക്ലാസ് 4 EVSൻ്റെ 16th ചാപ്റ്റർ എ ബിസി മന്ത് ആണ് പഠിക്കുന്നത്, തിരക്കുള്ള ഒരു മാസം. ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് ബേർഡ്സിനെ കുറിച്ചാണ്. ബേർഡ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെസ്റ്റ്, ഓരോ ബേർഡ്സും ഓരോ തരത്തിലുള്ള നെസ്റ്റുകളാണ് ഉണ്ടാക്കുന്നത്, കൂടുകൾ. അതുപോലെ തന്നെ ഓരോ ബേർഡ്സിനും ബീക്കിനും ഫീറ്റിനും, അതായത് കൊക്കുകൾക്കും കാലുകൾക്കും വ്യത്യാസമുണ്ട്. ഒപ്പം തന്നെ ഏപ്രിൽ മാസം ബേർഡ്സിനെ സംബന്ധിച്ച് വളരെയധികം ബിസി ആയിട്ടുള്ള തിരക്കുള്ള മാസമാണ്. അതെന്താണെന്നുമാണ് നമ്മൾ പറയുന്നത്. ഈ ലെസൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്ന ഒരു ലെറ്ററാണ്. അത് എഴുതിയത് ജീജുഭായ് ബദേക്ക എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് നമുക്കിവിടെ കാണുന്നത്. അദ്ദേഹം എഴുതിയ ലെറ്ററാണ്. നോക്കാം, ലെറ്ററിലേക്ക് പോകാം. ബാൽ മന്ദിർ, ഭാവ്നഗർ, 13 April 1936. നോക്കിയാൽ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യം അതിൻ്റെ പ്ലേസ് വേണം, പിന്നെ ഡേറ്റ് വേണം. പ്ലേസ് ബാൽ മന്ദിർ, ഡേറ്റ് 13 April 1936. എത്ര നാൾ മുമ്പാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്? ഏകദേശം 84 years ago, അതായത് 84 വർഷം മുമ്പ് എഴുതിയ ഒരു ലെറ്ററാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ആർക്ക് എഴുതിയ ലെറ്ററാണെന്നറിയാമോ? ജീജുഭായി കുട്ടികൾക്ക് എഴുതിയ ലെറ്റർ. ഡിയർ ചിൽഡ്രൻ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. ഇറ്റ് ഈസ് 3 o'clock in the afternoon. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണിയായി. ദർ ആർ നോ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. ആകാശത്ത് മേഘങ്ങൾ കാണാനേ ഇല്ല. ദ സൺ ഈസ് ബേണിംഗ് ഹോട്ട്. സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്നു. ദ സ്പാരോസ്, ഡോവ്സ് ആൻഡ് സൺ ബേർഡ്സ് ഹാവ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ പെയർസ് ആസ് ദേ പ്രിപ്പയർ ടു മേക്ക് ദെയർ നെസ്റ്റ്. സ്പാരോ കുരുവി, ഡോവ് പ്രാവ്, ദെൻ സൺബേർഡ്സ് അടയ്ക്ക കുരുവി എന്ന് നമ്മൾ പറയും. ഇവരെല്ലാം ജോഡികളായിട്ട് അവരുടെ കൂടുണ്ടാക്കുന്ന തിരക്കിലാണ്. സം ഓഫ് ദ ബേർഡ്സ് ഹാവ് ഓൾറെഡി മെയ്ഡ് ദെയർ നെസ്റ്റ്. ചില ബേർഡ്സൊക്കെ കൂടുണ്ടാക്കി കഴിഞ്ഞു. ഇൻ സം ഓഫ് ദ നെസ്റ്റ് ദ എഗ്സ് ഹാവ് ഹാച്ചഡ്. ഹാച്ചഡ് മീൻസ് മുട്ട വിരിയുന്നതിനാണ് ഹാച്ചിങ് എന്ന് പറയുന്നത്. ചില ബേർഡ്സിൻ്റെയൊക്കെ കൂട്ടിൽ മുട്ടകൾ വിരിഞ്ഞു. ദ പാരൻറ്റ് ബേർഡ് ആർ ബിസി ഫീഡിങ് ദ ചിക്സ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് അതർ തിങ്സ്. അങ്ങനെ മുട്ട വിരിഞ്ഞ കൂടുകളിലെ പാരൻറ്റ് ബേർഡ്സ്, അമ്മക്കിളിയും അച്ഛൻ കിളിയും വളരെ തിരക്കിലാണ്. എന്താ കാര്യം? അവരുടെ കുഞ്ഞ് കിളികൾക്ക് ആഹാരം കൊണ്ടു കൊടുക്കണം. ഇൻസെക്ട്സും ഫ്രൂട്ട്സും ഒക്കെ അവർക്ക് കൊണ്ടു കൊടുക്കുന്നത്, അതിന് അവർ വളരെയധികം തിരക്കിലാണ്. അങ്ങനെ പറഞ്ഞാൽ എല്ലാ ബേർഡ്സും ഓരോ തരത്തിൽ തിരക്കിലാണ്. ചിലർ കൂടുണ്ടാക്കുന്നു, ചിലർ കൂട്ടിൽ മുട്ടയിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു, ചിലർ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുമ്പോൾ അവയെ ഫീഡ് ചെയ്യാൻ, ആഹാരം കൊടുക്കാൻ തിരക്കിലാണ്. സോ ഇൻ അവർ കോർട്ട്യാർഡ് ഓൾസോ ദർ ഈസ് എ ബേബി ഡോ. ഞങ്ങളുടെ മുറ്റത്തും, കോർട്ട്യാർഡ് മീൻസ് മുറ്റം, മുറ്റത്തും ഒരു ചെറിയ കുഞ്ഞു പ്രാവുണ്ട്. ദർ ഈസ് അനദർ എഗ് ഇൻ ദ നെസ്റ്റ് ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ഹാച്ച്ഡ് ഇറ്റ്. അതുകൂടാതെ ആ കൂട്ടിനകത്തൊരു മുട്ടയോടുണ്ട്, പക്ഷെ അത് ഇതുവരെ വിരിഞ്ഞിട്ടില്ല. ഓൺ ദ വേ ടു ഗോപാൽ ഭായിസ് ഹൗസ് ദർ ആർ മെനി സ്റ്റോൺസ് എലോങ് ദ റോഡ് സൈഡ്. ഗോപാൽ ഭായിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ റോഡരികിൽ ധാരാളം കല്ലുകൾ കിടപ്പുണ്ട്. ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദി സ്റ്റോൺസ് ആൻ ഇന്ത്യൻ റോബിൻ ഹാസ് ലേഡ് ഇറ്റ്സ് എഗ്സ്. ഇന്ത്യൻ റോബിൻ്റെ പിക്ചറാണിത്. നമ്മൾ ഇന്ത്യൻ റോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽമണ്ണാത്തി എന്ന് മലയാളത്തിൽ പറയും. കൽമണ്ണാത്തി. കൽമണ്ണാത്തി സ്റ്റോൺസിനിടയിലാണ് കൂടുണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കല്ലുകൾക്കിടയിൽ സ്റ്റോൺ ഉണ്ടാക്കി കൂടുണ്ടാക്കിയിട്ട് അതിൽ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ബജുഭായ് ഷോഡ് ഇറ്റ് ടു മീ. ബജുഭായാണ് എന്നെ ഇത് കാണിച്ചത്. ഐ ലുക്ക് ത്രൂ ദ ബൈനോക്കുലർ. ഞാൻ ബൈനോക്കുലറിലൂടെ നോക്കി. ഐ സോ ദാറ്റ് ദ റെസ്റ്റ് വാസ് മെയ്ഡ് ഓഫ് ഗ്രാസ് ആൻഡ് ഓൺ ദ ടോപ്പ് ദെയർ വെർ സോഫ്റ്റ് ടിഗ്സ്. ഐ സോ ദാറ്റ് ദ നെസ്റ്റ് വാസ് മെയ്ഡ് ഓഫ് ഗ്രാസ്. ഗ്രാസ് കൊണ്ടായിരുന്നു ആ നെസ്റ്റ് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് സോഫ്റ്റ് ടിഗ്സ്, ചെറിയ കനം കുറഞ്ഞ കമ്പുകൾ, ചുള്ളിക്കമ്പുകൾ വെച്ചിട്ടുണ്ട്. റൂട്ട്, വേരുകൾ വെച്ചിട്ടുണ്ട്. വൂള്, നൂല് വെച്ചിട്ടുണ്ട്. ഹെയർ ആൻഡ് കോട്ടൺ വൂൾ. പിന്നെ എന്താ? മുടിയുണ്ട്. കോട്ടൺ വൂള്, പരുത്തി കൊണ്ടുള്ള വൂള്, അതായത് പഞ്ഞി പോലെ ഇരിക്കും, നല്ല മൃദുവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടൺ വൂളും ഒക്കെ വെക്കുന്നത്. ദിസ് ഈസ് ഹൗ ദ റോബിൻ മേക്സ് ഇറ്റ്സ് നെസ്റ്റ്. അങ്ങനെയാണ് റോബിൻ അതിൻ്റെ കൂട് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ബൈനോക്കുലറാണ്. ഈ ബൈനോക്കുലറിലൂടെ നോക്കിയാണ് ജീജുഭായി ആ നെസ്റ്റ് കാണുന്നത്. വാട്ട് ഈസ് സോഫ്റ്റ് ആൻഡ് കോസി ഹോം ഫോർ ഇറ്റ്സ് കോസി, അതായത് CUZY വായിക്കുന്നത്, അത് കോസി ആൻഡ് കംഫർട്ടിങ് വാംത്, അതായത് നല്ല ഒരുപാട് ചൂടില്ല, പക്ഷേ തണുക്കാതെ, അവർക്ക് തണുക്കാത്ത രീതിയിൽ അല്പം ചൂടായി കിട്ടുന്ന, അവരുടെ ശരീരം ചൂടായി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ സോഫ്റ്റായിട്ടുള്ള കൂടുകളാണ് ഇന്ത്യൻ റോബിൻ ഉണ്ടാക്കുന്നത്.
ആൻഡ് ദ റോബിൻ ഈസ് നോട്ട് ലൈക്ക് ക്രോ. ക്രോയുടെ കൂടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ക്രോയുടെ കൂട്ടല്ല റോബിൻ കൂടുണ്ടാക്കുന്നത്. ക്രോസ് നെസ്റ്റ് ഈസ് മെയ്ഡ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്. ക്രോയുടെ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ സാധനങ്ങളും കാണും. ഈവൻ പീസസ് ഓഫ് വയർ, വുഡ്, വയറിൻ്റെ കഷ്ണവും തടിക്കഷ്ണവും എല്ലാം ക്രോ കൊണ്ടുവന്ന് കൂട്ടിനകത്തിൽ വെക്കും. ഐ സോ എ ബേബി ബേർഡ് ഇൻ ദ റോബിൻസ് നെസ്റ്റ്. റോബിൻ്റെ കൂട്ടിനകത്ത് എന്താണ് ഒരു കുഞ്ഞു ബേഡിനെ ഞാൻ കണ്ടു. ഇറ്റ് വാസ് സെറ്റിംഗ് വിത്ത് ഇറ്റ്സ് ബീക്ക് വൈഡ് ഓപ്പൺ. ആ കുഞ്ഞു പക്ഷി അതിൻ്റെ കൊക്ക് പൊളിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ദ മൗത്ത് വാസ് റെഡ് ഫ്രം ഇൻസൈഡ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞു പക്ഷിയുടെ വാ നല്ല ചുവന്നിരിക്കുന്ന കാണാം. ഇൻ ദ ലിറ്റിൽ വൈൽ ദ റോബിൻ ഫ്ലൂ ടു ദ നെസ്റ്റ് ആൻഡ് പുട്ട് സംതിങ് ടു ദ ചിക്സ് ഓപ്പൺ ബീക്സ്. അതെന്തിനാ അങ്ങനെ വാ പൊളിച്ചിരിക്കുന്നത്? അമ്മ വരുന്ന ഉടനെ എനിക്ക് ഭക്ഷണം കൊണ്ടുവരിക, അത് കഴിക്കാൻ വേണ്ടിയിട്ട് വാ പൊളിച്ചിരിക്കുകയാണ്. അപ്പം ഈ റോബിൻ വെളിയിൽ പോയിട്ട് എന്തോ കൊണ്ടുവന്ന് ഈ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. മേ ബി എ ഫ്യൂ സ്മോൾ ഇൻസെക്ട്സ്. ചിലപ്പം ചെറിയ ഷഡ്പദങ്ങൾ എന്തെങ്കിലും ആവാം, പ്രാണികളാവാം. ബൈ ദെൻ ഇറ്റ് വാസ് ഈവനിങ്. അങ്ങനെ വൈകുന്നേരമായി. ദ റോബിൻ സെറ്റിൽ ഡൗൺ വിത്ത് ഇറ്റ്സ് ചിക്സ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ആ പക്ഷി അതിൻ്റെ കൂട്ടിൽ ഇരുന്നു. ഇനി അതെങ്ങും പറന്നു പോകത്തില്ല. യു നോ ദാറ്റ് ദ കോയിൽ സിങ്സ് സ്വീറ്റ്ലി. നിങ്ങൾക്കറിയാലോ കുയിൽ നന്നായി പാടും. ഡു യു നോ ദാറ്റ് ദിസ് ബേർഡ് ഡസ് നോട്ട് മേക്ക് ഇറ്റ്സ് ഓൺ നെസ്റ്റ്. പക്ഷേ കുയിലിൻ്റെ പ്രത്യേകത എന്താണ്? അത് സ്വന്തമായി കൂടുണ്ടാക്കുകയേയില്ല. ഇറ്റ് ലേസ് ഇറ്റ്സ് എഗ്സ് ഇൻ ക്രോസ് നെസ്റ്റ്. സാധാരണ അത് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കാക്കയുടെ കൂട്ടിനകത്ത് പോയി മുട്ടയിടും. ആൻഡ് ദ ക്രോ ഹാച്ചസ് ദം എലോങ് വിത്ത് ഇറ്റ്സ് ഓൺ എഗ്സ്. പാവം കാക്ക അറിയുന്നില്ലല്ലോ അതിൻ്റെ മുട്ടയില്ലെന്ന്. അത് അതിൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ഇതിനെയും മുട്ട വിരിഞ്ഞ് എടുക്കും. There is a small tree nearby. ഒരു ചെറിയ മരം അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് ഹാസ് എ നെസ്റ്റ് ഹാങ്ങിങ് ഫ്രം ഇറ്റ്സ് ബ്രാഞ്ച്. അതിൻ്റെ ശാഖയിൽ നിന്നും ഒരു നെസ്റ്റ് ഹാങ് ചെയ്ത് കിടന്നിരുന്നു, തൂങ്ങിക്കിടന്നിരുന്നു. ബേർഡ്സ് ആർ സോ വണ്ടർഫുള്ളി ഡിഫറെൻറ്റ്. ബേർഡ്സ് എല്ലാം വളരെ അത്ഭുതകരമായ രീതിയിൽ വ്യത്യസ്തരാണ്. ദ ക്രോ ബിൽഡ് ഇറ്റ്സ് നെസ്റ്റ് ഹൈ അപ്പ് ഓൺ എ ട്രീ. ഒരു മരത്തിൻ്റെ മുകളിലായിട്ടാണ് ക്രോ വീടുണ്ടാക്കുന്നത്. ദ ഡോ മേക്ക് ഇറ്റ്സ് നെസ്റ്റ് എമംഗ് ദ തോൺസ് ഓഫ് ദ കാറ്റക്സ് പ്ലാന്റ്. കള്ളിമുൾ ചെടിയുടെ മുള്ളുകൾക്കിടയിലും മെഹന്തി ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിയുടെ കുറ്റിച്ചെടികളിലുമാണ് കൂടുതലും പ്രാവ് കൂടുണ്ടാക്കുന്നത്. ദ സ്പാരോ ക്യാൻ ബി ഫൗണ്ട് ഇൻ ആൻഡ് അറൗണ്ട് ഇൻ അവർ ഓൺ ഹൗസ്. സ്പാരോയോ അത് നമ്മുടെ വീടിനകത്തും പുറത്തുമായിട്ടൊക്കെ എപ്പോഴും കാണും. ഇറ്റ് മേക്സ് ഇറ്റ്സ് നെസ്റ്റ് എനിവെയർ. സ്പാരോയുടെ പ്രത്യേകത അതാണ്. സ്പാരോ കുരുവി എവിടെ വേണേലും കൂടുണ്ടാക്കി വെക്കും. ഓൺ ദ ടോപ്പ് ഓഫ് എ കബോർഡ്, ബിഹൈൻഡ് ദ മിറർ, ഓൺ എ ലെഡ്ജ്. എവിടെയൊക്കെയാണ്? കബോർഡിൽ. ഏതെങ്കിലും ഒരു കബോർഡിൻ്റെ സ്ഥലം കിട്ടിയാൽ അവിടെ കൂടുണ്ടാക്കും. മിറർ, ഏതെങ്കിലും കണ്ണാടി ഇരിപ്പുണ്ടെങ്കിൽ അതിന് പുറകിൽ കൂടുണ്ടാക്കും. ഓൺ എ ലെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അതായത് നമ്മൾ ഈ മൗണ്ടൻ ഉണ്ടല്ലോ, മൗണ്ടൻ്റെ സൈഡിൽ വരുന്നത്, അതായത് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ ചെയ്ത പോലെ അത് ഇങ്ങനെ വരും. അപ്പോൾ ഇതിന് മൗണ്ടൻ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇത് കൂടുണ്ടാക്കി വെക്കും സ്പാരോ. പീജൻസ് ഓൾസോ മേക്ക് ദെയർ നെസ്റ്റ് ലൈക്ക് ദിസ്. പീജനും ഇങ്ങനെ തന്നെയാണ് കൂടുണ്ടാക്കുന്നത്. ഓഫൺ ദേ മെയ്ഡ് ദി നെസ്റ്റ് ഇൻ ഓൾഡ് ഓർ ഡെസേർട്ടഡ് ബിൽഡിംഗ്. പഴയ കെട്ടിടം, പഴയതും അല്ലെ ആൾതാമസവും ഇല്ലാത്ത കെട്ടിടങ്ങളിലും അവർ കൂടുണ്ടാക്കാറുണ്ട്. ദ ബാർബറ്റ് ഓർ കോപ്പർ സ്മിത്ത് ബേർഡ് ക്യാൻ ബി ഹേർഡ് ഇൻ ദ സമ്മർ വിത്ത് ഇറ്റ്സ് ടുക് 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 കോൾ. ഇനി ബാർബറ്റ് എന്ന് പറയുന്ന കിളി, ഇതാണ് ഈ കിളി. ഈ കിളി അതിന് വുഡ് ട്രങ്കിൽ, അതായത് തടിയിലാണ് ഇതുപോലെ കൊത്തി ടുക് ടുക് ടുക്ക് എന്ന് എഴുതുന്ന ഇതിൻ്റെ ഈ കൊത്തി ഹോൾസ് ഉണ്ടാക്കുന്ന കിഴുത്ത ഉണ്ടാക്കി അതിനകത്താണ് താമസിക്കുന്നത്. ഇറ്റ് മേക്സ് ഇറ്റ് നെസ്റ്റ് ഇൻ എ ഹോൾ ഇൻ എ ട്രീ ട്രങ്ക്. അതങ്ങനെ ട്രീ ട്രങ്കിലാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് എ ടെയിലർ ബേർഡ് യൂസസ് ഇറ്റ്സ് ഷാർപ്പ് ബീക്ക് ടു സ്റ്റിച്ച് ടുഗദർ 2 leaves ഓൺ എ ബുഷ്. ഇനി ടെയിലർ ബേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചി പക്ഷിന്നോ തയ്യൽ പക്ഷിന്നോ ഒക്കെ പറയും. അതായത് 2 leaves ഇങ്ങനെ ചേർത്ത് തുന്നി ചേർത്ത് അതെന്തു ചെയ്യും? കൂടുണ്ടാക്കും. It lays its leg in the fold of the leaf that has made. This is its nest. ഇങ്ങനെ ഈ ഫോൾഡിൽ മടങ്ങിയിരിക്കുന്ന ഈ കൂടിനകത്താണ് അത് മുട്ടയിടുന്നത്. The sunbird makes its nest that hangs from the branches of small tree or bush. Sunbird എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, സൺബേർഡ് ചെയ്യുന്നത്
ചെറിയ ബ്രാഞ്ച്, ചെറിയ ട്രീയുടെ ബ്രാഞ്ചിലോ അല്ലെങ്കിൽ ബുഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുറ്റിച്ചെടികളിലൊക്കെയാണ് സൺബേർഡ് കൂടുണ്ടാക്കുന്നത്. ദ സെയിം ഈവനിങ് വി സോ എ സൺബേർഡ്സ് നെസ്റ്റ്. ഞങ്ങൾ ഒരു സൺബേർഡിൻ്റെ നെസ്റ്റ് അന്ന് ഈവനിങ്ങിൽ കണ്ടു. സൺബേർഡ് എന്ന മലയാളത്തിൽ അടയ്ക്കാക്കുരുവി എന്ന് നമ്മൾ പറയും കേട്ടോ. ക്യാൻ യു ഗസ് വാട്ട് ദ നെസ്റ്റ് ഈസ് മെയ്ഡ് ഓഫ്? എന്തൊക്കെ കൊണ്ടാണ് അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് പറയാമോ? ദ നെസ്റ്റ് ഹാസ് ഹെയർ, മുടിയുണ്ടായിരുന്നു. ഗ്രാസ്, പുല്ലുകളുണ്ടായിരുന്നു. തിൻ ടിക്സ്, വളരെ കനം കുറഞ്ഞ ചുള്ളിക്കമ്പുകളുണ്ട്. ഡ്രൈ ലീവ്സ്, ഉണങ്ങിയ ഇലകളുണ്ടായിരുന്നു. കോട്ടൺ വൂൾ, കോട്ടൻ്റെ വൂള്, നൂലുണ്ടായിരുന്നു. ബീറ്റ്സ് ഓഫ് ട്രീ ബാർക്ക്, ട്രീയുടെ തൊലി. പീസസ് ഓഫ് ക്ലോത്ത് റാഗ്സ്, മുറിഞ്ഞു പോയ തുണികളുടെ കഷണങ്ങൾ. ആൻഡ് ഈവൻ സ്പൈഡേഴ്സ് കോബ്, അതുപോലെ ചിലന്തി വരെ ഇവർ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും കണ്ടോ. സൺബേർഡാണ് ഇത്. വെൻ ഐ ലുക്ക് ത്രൂ ദ ബൈനോക്കുലേഴ്സ്, ഞാൻ ബൈനോക്കുലറിലൂടെ നോക്കിയപ്പോൾ ഐ കുഡ് സി എ ചിക്ക് ഇൻ ദ നെസ്റ്റ്, ആ കൂടിനകത്ത് ഒരു ചെറിയ കുഞ്ഞു പക്ഷി ഉണ്ടെന്ന് കണ്ടു. ഇറ്റ് വാസ് സിറ്റിംഗ് നിയർ ദ സ്മോൾ ഓപ്പണിംഗ് ഓഫ് ദ നെസ്റ്റ്, ആ ചെറിയ ഓപ്പണിംഗ് ഉണ്ട് കൂടിന്, ചെറിയൊരു തുറന്ന ഭാഗം, അവിടെ വന്നതിരിക്കുകയാണ്. ഇറ്റ് വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് മദർ ടു ബ്രിങ് സം ഫുഡ്. അതെന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്? അമ്മയെ നോക്കിയിരിക്കുക. എന്തിനാ അമ്മയെ നോക്കിയിരിക്കുന്നത്? ഫുഡ് കൊണ്ടുവരും ഇപ്പം അമ്മ തിന്നാൻ വേണ്ടിയിട്ട്. വാട്ട് എൽസ് ക്യാൻ ഇറ്റ് ഡു? ജസ്റ്റ് ഈറ്റ് ആൻഡ് സ്ലീപ്പ്. എന്താ അത് പിന്നെ ചെയ്യുന്നത്? കഴിക്കുക, ഉറങ്ങുക, അത് മാത്രമാണ് ചെയ്യുന്നത്. ഡു യു നോ അബൌട്ട് ദ വീവർ ബേർഡ്? വീവർ ബേർഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തുന്നാരൻ പക്ഷിന്നോ തൂക്കണം കുരുവിന്നോ ഒക്കെ നമ്മളല്ലേ തുന്നൽ പക്ഷിന്നോ ഒക്കെ പറയുന്നത് വീവർ ബേർഡിനെയാണ്. ദ മെയിൽ വീവർ ബേർഡ് മേക്ക് ബ്യൂട്ടിഫുള്ളി വോവൺ നെസ്റ്റ്. മെയിൽ ബേർഡാണ്, വീവർ ബേർഡ്സിലെ മെയിൽ ബേർഡാണ് കൂടുണ്ടാക്കുന്നത്. ദ ഫീമെയിൽ ലുക്ക് ഓൾ ദ നെസ്റ്റ് ആൻഡ് ചൂസസ് വൺ ദാറ്റ് ഷീ ലാക്സ് ടു ബസ്റ്റ് ആൻഡ് ഡിസൈഡഡ് ഇൻ വിച്ച് ടു ലേ ഹെർ എഗ്സ്. ഈ പാവ ആൺകിളി കുറേ കൂടുകൾ ഉണ്ടാക്കിയിടും. ആ ഉണ്ടാക്കിയിടുന്ന കൂടുകൾ വീവർ ബേർഡിൻ്റെ കൂടാണ്. ഇങ്ങനെ കുറേ കൂടുകൾ അത് ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കിയിടുന്ന കൂടുകളിൽ നിന്ന് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന കൂട്ടിനകത്താണ് പെൺകിളി മുട്ടയിടുന്നത്. ആൺകിളി ഇപ്പോൾ ഒത്തിരി കൂടുണ്ടാക്കും, അതിലേറ്റവും നല്ലതെന്ന് പെൺകിളിക്ക് തോന്നുന്നതിലാണ് അത് മുട്ടയിടുന്നത്. ഓക്കെ, ഓൾ ദ ബേർഡ്സ് ആർ സോ ബിസി ദീസ് ഡേയ്സ്. കണ്ടോ, എല്ലാ ബേർഡ്സും വളരെ ബിസിയാണ് ഈ ദിവസങ്ങളിൽ. മേക്കിംഗ് ദ നെസ്റ്റ് ആൻഡ് ലേയിങ് ദ എഗ്സ് ഈസ് ഓൺലി ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ്? കൂടുണ്ടാക്കുക, മുട്ടയിടുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടാസ്ക് ടു റൈസ് ആൻ യങ് വൺ ഇൻ ദ നെസ്റ്റ് വിച്ച് ഹാഡ് ബീൻ മെയ്ഡ് വിത്ത് സോ മച്ച് എഫോർട്ട്. ഇത് രണ്ടും ചെയ്ത്, അതായത് കൂടുണ്ടാക്കി മുട്ടയിട്ടും കഴിഞ്ഞ് ഇത് വിരിഞ്ഞു കഴിഞ്ഞാലും ഈ മുട്ടയിട്ടാലും അത് സംരക്ഷിക്കുന്നത്, മുട്ടയൊന്നും മറ്റ് ജീവികൾ എടുത്തുകൊണ്ട് പോകാതെ നോക്കണം. പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്ന വലിയൊരു എഫോർട്ടാണ്, വലിയൊരു പ്രയത്നമാണ്, ജോലിയാണ്. ബേർഡ്സ് ഹാവ് മെനി എനിമീസ്. ബേർഡ്സിന് ഒരുപാട് ശത്രുക്കളുണ്ട് അല്ലേ? ഹ്യൂമൻസ് ആൻഡ് അതർ ആനിമൽസ് ടു, നമ്മൾ മനുഷ്യരും മറ്റു മൃഗങ്ങളും എല്ലാം. ക്രോസ് ആൻഡ് സ്ക്യൂറൽസ്. ആരൊക്കെയാണ്? ക്രോസ് ഉണ്ട്, സ്ക്യൂറൽസ് ഉണ്ട്, ക്യാറ്റ്, റാറ്റ്. ഓൾ ഓഫ് ദം വെയിറ്റ് ഫോർ എ ചാൻസ് ടു സ്റ്റീൽ ദ എഗ്സ്. ഇവരെല്ലാം എന്തിനാ കാത്തിരിക്കുന്നത്? സ്റ്റീൽ ദ എഗ്സ്, മുട്ട മോഷ്ടിക്കാൻ വേണ്ടി. മെനി ടൈംസ് ദേ ഈവൻ ബ്രേക്ക് ദ നെസ്റ്റ്. പലപ്പോഴും ഈ കൂട് തന്നെ അവർ പൊട്ടിച്ചു കളയും. ടു കീപ് വൺ സെൽഫ് സേഫ് ഫ്രം ഡേഞ്ചർ, ടു ഫൈൻഡ് ഫുഡ്, മേക്ക് എ നെസ്റ്റ്, ഹാസ് ദ എഗ്സ് ആൻഡ് റൈസ് ദ ചിക്ക് സേഫ്ലി. ഓൾ ദീസ് ആർ ടെസ്റ്റ് ഫോർ എവരി ബേർഡ്. ഓരോ ബേർഡ്സും അപ്പോൾ എന്താണ്, അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ സേഫായിട്ട് വളർത്തണം, അവർക്ക് ഫുഡ് നോക്കണം, അവർക്ക് നെസ്റ്റ് കൂടുണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം അവരുടെ ജോലിയിൽ പെടുന്നതാണ്. ആൻഡ് സീ ഹൗ ദ ബേർഡ്സ് സ്റ്റിൽ സിംഗ് വിത്ത് ജോയ് ആൻഡ് സ്പ്രെഡ് ദെയർ വിങ്സ് ആൻഡ് ഫ്ലൈ ഫ്രീലി. ഇത്രയൊക്കെ എഫോർട്ട്, ഇത്രയൊക്കെ കഷ്ടങ്ങളുണ്ടായിട്ടും ബേർഡ്സ് എന്താ ചെയ്യുന്നത്? വളരെ ഫ്രീ ആയിട്ട്, വളരെ സന്തോഷത്തോടെ പാറി നടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ ദാറ്റ് ഈസ് ഓൾ ഫോർ നൗ. സലാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. സലാം പറയാണ്, ബൈ ബൈ പറയാണ്. ബ്ലെസ്സിങ്സ് ഫ്രം യുവർ ജിജുബായ്. ജിജുബായിയുടെ ഭാഗത്തു നിന്നും നമുക്ക് ബ്ലെസ്സിങ്സ്, അനുഗ്രഹം തരുന്നു. ഇപ്പോൾ ലെറ്റർ ഇവിടെ തീരുകയാണ്. നമുക്കിനിയും അതിൻ്റെ നോട്ട്സിലേക്ക് പോവാം. ഹൗ മെനി ഇയേഴ്സ് എഗോ ഡിഡ് ജിജുബായ് റൈറ്റ് ദിസ് ലെറ്റർ? ജിജുബായ് എത്ര നാൾ മുമ്പാണ് ഈ ലെറ്റർ എഴുതിയത്? അബൌട്ട് 84 years എഗോ ജിജുബായ് റോട്ട് ദിസ് ലെറ്റർ.
ഫൈൻഡ് ഔട്ട് ഹൗ ഓൾഡ് യുവർ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ വെയർ അറ്റ് ദാറ്റ് ടൈം. ഈ സമയത്ത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും എത്ര പ്രായം ഉണ്ടായിരിക്കും ഈ ജീജുബ ഈ ലെറ്റർ എഴുതുന്ന സമയത്ത്? മൈ ഗ്രാൻഡ് ഫാദർ വാസ് 1 year old ആൻഡ് മൈ ഗ്രാൻഡ് മദർ വാസ് നോട്ട് ഈവൻ ബോൺ. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 1 വയസ്സുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഗ്രാൻഡ് മദർ ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ദിസ് ലെറ്റർ ടോക്സ് അബൌട്ട് മെനി ഡിഫറെൻറ്റ് ബേർഡ്സ്. ഹൗ മെനി ദീസ് ബേർഡ്സ് ഹാവ് യു സീൻ? നമ്മൾ കുറേ ബേർഡ്സിൻ്റെ പേരൊക്കെ കേട്ടു അല്ലേ ഈ ലെറ്ററിനകത്ത്. ഏതൊക്കെ ബേർഡ്സിലാണ് നിങ്ങൾക്ക് കണ്ടിട്ടുള്ളത്? ഐ ഹാവ് സീൻ സെവറൽ ബേർഡ്സ്, സം ഓഫ് ദം ക്രോ, കുക്കു, ഡോവ്, റോബിൻ എക്സെട്ര അല്ലേ. ക്രോയിനെ കണ്ടിട്ടുണ്ട്, കോയൽ, കുക്കു എന്ന് പറഞ്ഞാൽ കോയൽ, ഡോവർ, റോബിൻ, ഇതിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൗ മെനി അതർ ബേർഡ്സ് ഹാവ് യു സീൻ? വിച്ച് വൺ? നിങ്ങൾ വേറെ ഏതെങ്കിലും ബേർഡ്സിനെ കണ്ടിട്ടുണ്ടോ? ഐ ഹാവ് സീൻ സെവറൽ അതർ ബേർഡ്സ് ഓൾസോ. സം ഓഫ് ദം ആർ സ്പാരോ, ഈഗിൾ, വൾച്ചർ, പാരറ്റ്. സ്പാരോയെ, കുരുവിയെ കണ്ടിട്ടുണ്ട്, ഈഗിള് പരന്തിനെ കണ്ടിട്ടുണ്ട്, വൾച്ചർ കഴുകനെ കണ്ടിട്ടുണ്ട്, പിന്നെ പാരറ്റ് തത്തയെ കണ്ടിട്ടുണ്ട്. ഹാവ് യു സീൻ ബേർഡ്സ് നെസ്റ്റ്? വേർ ഡിഡ് യു സീ ഇറ്റ്? നിങ്ങൾ നെസ്റ്റ് കണ്ടിട്ടുണ്ടോ? യെസ്, ഐ ഹാവ് സീൻ എ ബേർഡ്സ് നെസ്റ്റ്. എവിടെയാണ് കണ്ടത്? ഐ സോ ബേർഡ്സ് നെസ്റ്റ് ഓൺ എ ട്രീ ഇൻ ദ ഗാർഡൻ. ഗാർഡനിൽ ഒരു ട്രീയിലാണ് കണ്ടത്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബേർഡ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേർഡിൻ്റെ പേരെഴുതാം കേട്ടോ. എൻ്റെ ഇഷ്ടം പാരറ്റാണേ. ക്യാൻ യു ഷോ യുവർ ഫ്രണ്ട് ഇൻ ദ ക്ലാസ് ഹൗ ഇറ്റ് ഫ്ലൈസ് ആൻഡ് വാട്ട് സൗണ്ട് ഇറ്റ് മേക്സ്? അതിൻ്റെ സൗണ്ടോ അതിൻ്റെ എങ്ങനെ പറക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കാണിക്കാൻ പറ്റുമോ? ഗസ് വാട്ട് ദിസ് എ ബേർഡ്. ഈ ബേർഡ് ഏതാണെന്നൊന്ന് പറയണം കേട്ടോ. എ ക്രൗൺ ഓൺ എ ഹെഡ്. എൻ്റെ ഹെഡിൽ ക്രൗൺ ഉണ്ട്, കിരീടമുണ്ട്. ആൻഡ് കോയിൻസ് ഓൺ ദ ടെയിൽ. ടെയിലേൽ, വാലയിൽ കോയിൻസ് ഉണ്ട്. കോയിൻസ് മീൻസ് നാണയങ്ങൾ പോലെ. സോ മെനി ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ ഫ്രം ടോപ്പ് ടു ടെയിൽ. എൻ്റെ മുകൾ മുതൽ, ഹെഡ് മുതൽ ടെയിൽ വരെ പല തരത്തിലുള്ള ബ്ലൂ ഷെയ്ഡ്സ് ഉണ്ട്. ക്ലൂ, ഇറ്റ് ഈസ് അവർ നാഷണൽ ബേർഡ്. നമ്മുടെ നാഷണൽ ബേർഡാണത്. നമ്മുടെ നാഷണൽ ബേർഡ് ഏതാണ്? യെസ്, പീകോക്ക്. ഡു യു നോ ഓഫ് എനി അതർ ബേർഡ് ദാറ്റ് മേക്സ് ഇറ്റ്സ് നെസ്റ്റ് ഇൻ എ ട്രീ ലൈക്ക് ബാർബറ്റ്? ബാർബറ്റിനെ പോലെ തന്നെ മരത്തേൽ കൂടുണ്ടാക്കുന്ന, ഹോൾ ഉണ്ടാക്കുന്നത് ആരാണ്? യെസ്, വുഡ് പെക്കർ, മരം കൊത്തി. ഇഫ് ദെയർ ഈസ് എ നെസ്റ്റ് ഇൻസൈഡ് ഓർ അറൗണ്ട് യുവർ ഹൗസ്, ലുക്ക് കെയർഫുള്ളി ആൻഡ് ഇറ്റ് റിമെമ്പർ ഡു നോട്ട് go to near the nest and do not touch it. If you do, then the bird will not come to the nest again. നിങ്ങളുടെ വീടിനടുത്തൊരു കൂടുണ്ട്, നിങ്ങൾക്കത് ഒബ്സർവ് ചെയ്യാം, നോക്കാൻ കാണാം, പക്ഷെ ഒരിക്കലും ടച്ച് ചെയ്യല്ല. ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ആ ബേർഡ് പിന്നെ ആ കൂട് കാണാൻ വേണ്ടി അവിടെ വരത്തില്ല. ഒബ്സർവ് ദ നെസ്റ്റ് ഫോർ സം ഡേയ്സ് ആൻഡ് നോട്ട് ഡൗൺ ദ ഫോളോയിങ് തിങ്സ്. നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തൊരു കൂടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. വേർ ഈസ് എ നെസ്റ്റ് മെയ്ഡ്? ആ നെസ്റ്റ് എവിടെയാണ്? ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഒരു ട്രീയുടെ ബ്രാഞ്ചിലാണ്. വാട്ട് ഈസ് എ നെസ്റ്റ് മെയ്ഡ് ഓഫ്? ആ നെസ്റ്റ് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്? ദ നെസ്റ്റ് ഹാഡ് ബീൻ മെയ്ഡ് ഓഫ് സ്ട്രോ ആൻഡ് ഡ്രൈഡ് ലീവ്സ്. ഉണക്ക പുല്ലിൻ്റെ കമ്പുകൾ, അതായത് ഗ്രാസിൻ്റെ കമ്പുകളും ഡ്രൈഡ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇലകൾ, ഉണങ്ങിയ ഇലകളും കൊണ്ട്. ഈസ് ദ നെസ്റ്റ് റെഡി ഓർ ആർ ദ ബേർഡ് സ്റ്റിൽ മേക്കിംഗ് ഇറ്റ്? ഇപ്പോഴും ആ കൂട് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ അതോ ഇല്ലേ? ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്യാൻ യു റെക്കഗ്നൈസ് വിച്ച് ബേർഡ് ഹാഡ് മെയ്ഡ് ദ നെസ്റ്റ്? ഏത് ബേർഡ് ആ കൂട് ഉണ്ടാക്കിയത്? യെസ്, ഇറ്റ് ഈസ് എ ക്രോ. ഒരു ക്രോ ആണ് ആ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്ട് തിങ്സ് ഡസ് ദ ബേർഡ് ബ്രിങ് ടു ദ നെസ്റ്റ്? നെസ്റ്റിലേക്ക് അത് എന്തൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്? ദ ക്രോ ബ്രിങ്സ് ട്വിഗ്സ്, സ്ട്രോയ്, വോംസ് എക്സെട്ര ടു ദ നെസ്റ്റ്. ആ കൂട്ടിലേക്ക് എന്തിനൊക്കെ കൊണ്ടുവരുന്നുണ്ട്? ചെറിയ ചുള്ളിക്കമ്പുകളും ഉണങ്ങിയ ഗ്രാസിൻ്റെ സ്റ്റെമ്മും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. വേംസിന് എന്തിനാണ്? ഭക്ഷണമായിട്ടല്ലേ കൊണ്ടുവരുന്നുണ്ട്. ഈസ് ദെയർ ആർ എനി ബേർഡ് സിറ്റിംഗ് ഇൻ ദ നെസ്റ്റ്? നെസ്റ്റിൽ, ആ നെസ്റ്റിൽ ബേർഡ് ഇരിക്കുന്നുണ്ടോ? യെസ്, 1 crow ഈസ് സിറ്റിംഗ് ഇൻ ദ നെസ്റ്റ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു പക്ഷേ എഗ്ഗ് ഉണ്ടാവും, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവും അല്ലേ? നോക്കാം. ഡു യു തിങ്ക് ദർ ആർ എനി എഗ്സ് ഇൻ ദ നെസ്റ്റ്? നെസ്റ്റിൽ എഗ്ഗ് ഉണ്ടോ? നോ, ഐ തിങ്ക് ദർ ആർ നോ എഗ്സ് ഇൻ ദ നെസ്റ്റ്. ആ നെസ്റ്റിൽ എഗ്ഗില്ല. പിന്നെന്താ ഉള്ളത്? ക്യാൻ യു ഹിയർ എനി സൗണ്ട് ലൈക്ക് ചീ ചീ ഫ്രം ദ നെസ്റ്റ്? കീക്കി സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ നെസ്റ്റിനകത്തുനിന്ന്? യെസ്, ഐ ക്യാൻ ഹിയർ എ കീക്കി സൗണ്ട് ഫ്രം ദ നെസ്റ്റ്. ഒരു കീക്കി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇഫ് ദർ ആർ ചിക്സ് ഇൻ ദ നെസ്റ്റ്,
the parent birds bring for them to eat. ഇനി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ അമ്മക്കിളിയും അച്ചൻകിളിയും അവർക്ക് എന്തോ കൊണ്ടു കൊടുക്കുന്നത്? ബ്രിങ് ഇൻസെക്ട്സ് ആൻഡ് ഗ്രെയിൻസ് ഫോർ ദം. അവർക്ക് ഇൻസെക്ട്സും ഗ്രെയിൻസ് ധാന്യങ്ങളുമാണ് കൊണ്ടു കൊടുക്കുന്നത്. ഗോതമ്പും അരിയൊക്കെ ഇല്ലേ, അതാണ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഹൗ മെനി ടൈംസ് ഇൻ 1 hour ടു ദ ബേർഡ്സ് കം ടു ദ നെസ്റ്റ്? ഒരു മണിക്കൂറിനുള്ളിൽ എത്ര പ്രാവശ്യം ആ ബേർഡ്സ് കൂട്ടിൽ വരും? എബൌട്ട് 2 to 3 times ബേർഡ് കെയിം ടു ദ നെസ്റ്റ്. 2-3 പ്രാവശ്യം ഒരു മണിക്കൂറിനുള്ളിൽ വരും. ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് ഡിഡ് ദ ചിക്സ് ലീവ് ദ നെസ്റ്റ്? എത്ര പ്രാവശ്യം നെസ്റ്റിൽ നിന്നും അത് പുറത്ത് പോകും? ഇൻ എബൌട്ട് 2 months ചിക്സ് ലീവ് ദ നെസ്റ്റ്. ഈ ചിക്സ്, ഈ കുഞ്ഞു പക്ഷികൾ ഒരു 2 മാസം കഴിയാതെ അതിന് പുറത്ത് പോകാൻ പറ്റില്ല. മേക്ക് ദ പിക്ചർ ഓഫ് ദ നെസ്റ്റ് ഇൻ ദ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ നല്ല മനോഹരമായൊരു നെസ്റ്റിൻ്റെ പടം നിങ്ങൾ വരയ്ക്കണം കേട്ടോ. യു ഹാവ് സീൻ ഹൗ ബേർഡ്സ് യൂസ് മെനി ഡിഫറെൻറ്റ് തിങ്സ് ടു മേക്ക് ദെയർ നെസ്റ്റ്. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ബേർഡ്സ് ഏതൊക്കെ സാധനങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള കൂടുകൾ ഉണ്ടാക്കുന്നു എന്നതാണ് അല്ലേ. And use some of these things and make a nest. Make a small paper bird to put in your nest. ഇനി നമ്മൾ തന്നെ ഒരു നെസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഒരു പേപ്പർ ബേർഡിനെ വെക്കുക. Birds use the nest only to lay their eggs. After the eggs have hatched and the chicks have grown, they leave the nest. നമ്മളൊക്കെ വീടുണ്ടാക്കിയല്ലേ നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ. പക്ഷേ പക്ഷികൾ അങ്ങനെയല്ല. അവർ കൂടുണ്ടാക്കി മുട്ടയിട്ട് അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ആ കൂട് ഉപേക്ഷിച്ച് പോകും. ഇമാജിൻ ഹൗ ഇറ്റ് വുഡ് ബി ഇഫ് വി ഓൾസോ ഹാഡ് ടു ലീവ് അവർ ഹോം ആസ് സൂൺ ആസ് വി ലേൺ ഹൗ ടു വോക്ക് ആൻഡ് ടോക്ക്. നമ്മൾ അങ്ങനെയാണെങ്കിലോ, നമ്മൾ നടക്കാനും സംസാരിക്കാനും പഠിച്ചു കഴിയുമ്പം നമ്മൾ വീട് വിട്ടു പോവുകയാണെങ്കിലോ, വി കാണ്ട് ഇമാജിൻ അല്ലേ, അങ്ങനൊന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. After they leave the nest, different kinds of birds have to different places. Some on trees, some near or on water and some on the land. ഇനി ഇങ്ങനെ പറന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പക്ഷികൾ പോയി കഴിഞ്ഞാൽ ചിലർ ലാൻഡിലാണ് താമസിക്കുന്നത്, ചിലത് ട്രീസിൽ, ചിലത് വാട്ടറിലൊക്കെയാണ് ഈ ബേർഡ്സ് താമസിക്കുന്നത്. Other animals also have different places where they live. On land, under the ground, in water, on trees. അതുപോലെ ചില ആനിമൽസ് ഉണ്ട്, അത് ലാൻഡിൽ താമസിക്കുന്നവയുണ്ട്, അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്നതുണ്ട്, വാട്ടറിൽ താമസിക്കുന്നതുണ്ട്, ട്രീസിൽ താമസിക്കുന്നതുണ്ട് ഇല്ലേ. നമ്മൾ ആനിമൽസ് പറഞ്ഞാൽ ട്രീസിൽ താമസിക്കുന്ന മങ്കിയും ഒക്കെ അല്ലേ. നമ്മൾ റാബിറ്റൊക്കെയോ ഗ്രൗണ്ടിലാണ്, നമ്മൾ കുഴി കുത്തി അല്ലെ, ബറോസ് അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്, മാളങ്ങളിലാണ് താമസിക്കുന്നത്. ഇനി വെള്ളത്തിൽ താമസിക്കുന്ന ഫിഷൊക്കെ വെള്ളത്തിലാണ് താമസിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ആനിമൽസ് പല സ്ഥലത്താണ് താമസിക്കുന്നത്. ലെറ്റ് us have some fun. ഇനി ഒരു തമാശ നോക്കാം. മേക്ക് 3 group in a class. Each child must draw a picture of the animal and color it. They should then cut each the picture. 3 ഗ്രൂപ്പായിട്ട് നിങ്ങൾ ക്ലാസ്സിനെ തിരിച്ചിട്ട് ഓരോ കുട്ടിയും ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ പിക്ചർ വരയ്ക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്യുക. ചിൽഡ്രൻ ഇൻ 1 group will take the cut of the picture of the animal that live on land. ഒരു ഗ്രൂപ്പിലെ ആൾക്കാർ ലാൻഡിലുള്ള ആനിമൽസിൻ്റെയാണ് കട്ട് ചെയ്യേണ്ടത്. ദേ ഷുഡ് ദെൻ ഡ്രോ സോയിൽ, ഗ്രാസ് ആൻഡ് സം ട്രീസ് ഇൻ എ ചാർട്ട് പേപ്പർ. സ്റ്റിക്ക് ദ പേപ്പർ ഓൺ ദ ലാൻഡ് ആനിമൽ ആൻഡ് കറക്റ്റ് പ്ലേസസ് ഇൻ ദ ചാർട്ട്. എന്നിട്ട് ചാർട്ട് വരച്ചിട്ട് സോയിലും ട്രീയും എല്ലാം വരച്ചിട്ട് ഈ ആനിമൽസ് ലാൻഡിൽ എങ്ങനെയാണോ താമസിക്കുന്നത് ആ രീതിയിൽ ഇതിനെ ഒട്ടിച്ച് വെക്കുക. ദ സെക്കൻഡ് ഗ്രൂപ്പ് വിൽ ടേക്ക് ദ കട്ട് ഔട്ട് ദ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താ ചെയ്യേണ്ടത്? വെള്ളത്തിൽ താമസിക്കുന്ന ആനിമൽസിൻ്റെ പിക്ചറാണ് കട്ട് ചെയ്തെടുക്കണം. ദേ ഷുഡ് ദെൻ കളർ ദ ചാർട്ട് പേപ്പർ ബ്ലൂ ആൻഡ് ഷോ വാട്ടർ. ദെൻ ഓൾസോ ഡ്രോ വാട്ടർ പ്ലാന്റ്സ്, സ്റ്റോൺസ് എക്സെട്ര. ഇനി ഇവർ ചാർട്ടിൽ എന്ത് ചെയ്യണം? വാട്ടർ പ്ലാന്റ്സിനും വെള്ളമൊക്കെ വരയ്ക്കുക. ബ്ലൂ കളർ കൊടുത്താൽ വെള്ളത്തിൻ്റെ നിറമായി. ദേ ഷുഡ് ദെൻ സ്റ്റിക്ക് ദ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ് ആൻഡ് ലിവ് ഇൻ വാട്ടർ ഓൺ ദ ചാർട്ട്. എന്നിട്ട് ആ ചാർട്ടിൽ ഈ വെള്ളത്തിൽ താമസിക്കുന്ന ആനിമൽസിൻ്റെ എല്ലാം പിക്ചർ ഒട്ടിക്കുക. The third group will take the cutout of the pictures of animals that live on trees. ട്രീസിൽ താമസിക്കുന്ന ആനിമൽസിൻ്റെ പിക്ചർ കട്ട് ചെയ്ത് എന്ത് ചെയ്യുക? എടുക്കുക. Then one child of the group will draw the big tree on the chart paper and color it. വലിയൊരു മരത്തിൻ്റെ പടം ഒരു ചാർട്ട് പേപ്പറിൽ വരച്ചെടുക്കുക. Then all the children in the group must stick their cutout of the pictures on the chart paper in the group. ഇനി അതുപോലെ ആ മരത്തിൽ ജീവിക്കുന്ന ആനിമൽസിൻ്റെ എല്ലാം പിക്ചർ ആ ചാർട്ടിൽ ഒട്ടിച്ചെടുക്കുക.
പുട്ട് അപ്പ് ഓൾ ദ 3 ചാർട്ട്സ് ഇൻ ദ ക്ലാസ് ആൻഡ് ഡിസ്കസ് അബൌട്ട് ദം. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഇത് ഒട്ടിച്ച് വെച്ചിട്ട് ചാർട്ട് തൂക്കിയിട്ടിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഓക്കെ. ബേർഡ് ഫീഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് നീഡ്സ്. നോക്കിയേ. ടു സ്വിം ഇൻ വാട്ടർ. ഈ ബേർഡിൻ്റെ കാലുകൾ വെള്ളത്തിൽ നീന്തുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഫീറ്റ് കണ്ടിട്ട് ആരെങ്കിലും ഓർമ്മ വരുന്നോ? യെസ്, ഡക്കിനെ ഓർമ്മ വന്നില്ലേ? ടു ഹോൾഡ് ദ ട്രീ ബ്രാഞ്ചസ്. ട്രീയുടെ ബ്രാഞ്ച് നല്ല ഇങ്ങനെ മുറുക്കി പിടിക്കത്തക്ക രീതിയിൽ ഉള്ള ബേർഡ് ഏതൊക്കെയത്? പീക്കോക്കും ക്രോയും. കാലുകൾ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ. അടുത്ത ടു ക്യാച്ച് ദ പ്രേ. വാട്ട് ഈസ് ഹൺസ? അതായത് വേട്ടയാടി പിടിച്ച് ഇര കൊണ്ടുവന്ന് തിന്നാൻ പറ്റിയ. നോക്കി, ഇതിൻ്റെ കൂർത്ത നഖമുള്ള കാലുകളാണ്. ഏതിനെയാണ്? വൾച്ചറിനെ ഈഗിളിന്. കാര്യം എന്താ? അത് പറന്ന് വന്ന് താഴെ വന്ന് അല്ലേ ഏതെങ്കിലും ചെറിയ കോഴിക്കുഞ്ഞിനെയോ അല്ലെങ്കിൽ കോഴിയെയോ ഒക്കെ എടുത്തുകൊണ്ട് പോയി തിന്നും. അതിനപ്പം ഭയങ്കര ഷാർപ്പായിട്ടുള്ള നഖമുള്ള എന്ത് വേണം? കാലുകൾ വേണം. അത് അങ്ങനത്താണ്. നോക്കിയേ. ടു ക്ലൈം ദ ട്രീ. മരത്തിൽ കയറാൻ പറ്റണം. വുഡ് പെക്കർ അല്ലേ. വുഡ് പെക്കർ മരത്തെ കണ്ടിട്ടുണ്ട്. ചാടി കയറുമ്പോൾ. നീഡ് ടു വാക്ക് ഓൺ ദ ലാൻഡ്. മണ്ണിലൂടെ നടക്കാൻ അല്ലെ ലാൻഡിലൂടെ നടക്കാൻ പറ്റുന്നത്. ക്രെയിന്, ഓസ്ട്രിച്ച് അല്ലേ. കൊക്കിൻ്റെയൊക്കെ കാല് കണ്ടിട്ടില്ലേ? എന്ത് നീളമാണ്. ഓസ്ട്രിച്ചിൻ്റെ കണ്ടിട്ടില്ലെങ്കിൽ കൊക്കിൻ്റെ കാല് കണ്ടിട്ടുണ്ടല്ലേ. ലാൻഡിലൂടെ നടക്കാൻ പറ്റുന്ന കാലുകളാണ് അവർക്ക്. ഈ ബീക്സിനും പ്രത്യേകതയാണ്. നോക്കിയേ. ടു ടിയർ ആൻഡ് ഈറ്റ് മീറ്റ്. ഇറച്ചിയൊക്കെ വലിച്ച് കീറി തിന്നാൻ പറ്റുന്ന ചുണ്ടുകൾ. വൾച്ചറിനും ഈഗിളിനും ഒക്കെ അങ്ങനത്തെ അല്ലേ. ടു മേക്ക് ദ ഹോൾസ് ഇൻ ദ വുഡ് ആൻഡ് ട്രീ ട്രങ്കിലും വുഡിലും ഒക്കെ നല്ല ഹോൾസ് ഉണ്ടാക്കുന്നത് ആരാണ്? വുഡ് പെക്കർ, മരം കൊത്തി. ദെൻ ടു സക്ക് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൽ നിന്നും തേൻ കുടിക്കാൻ. സൺബേർഡ്, ഹമ്മിങ് ബേർഡ്, ഇതിൻ്റെയൊക്കെ ബീക്സ് കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ടു ഫൈൻഡ് ദ ഇൻസെക്ട്സ് ആൻഡ് വോംസ് ഫ്രം മഡ് ആൻഡ് ഷാളോ വാട്ടർ. നല്ല നീളമുള്ള ബീക്ക് ഇതിനല്ലേ. അതെന്തിനാണെന്നറിയാമോ? നല്ല ചെറിയ വാട്ടറിനകത്തു നിന്നും മീനെയൊക്കെ പിടിക്കാനും പിന്നെ വേംസൊക്കെ ഭൂമിയിലുള്ള വേംസൊക്കെ കുത്തി ഇളക്കി തിന്നാനും ഒക്കെ. പിന്നെ കിങ് ഫിഷർ, നീലപ്പൊന്മാൻ, അതിൻ്റെ ചുണ്ടുകൾ ഇങ്ങനെയാണ്. ടു ബ്രേക്ക് ആൻഡ് ക്രഷ് സീഡ്സ് നമ്മുടെ കപ്പലണ്ടിയും അതുപോലെയുള്ള നട്ട്സില്ലേ അതൊക്കെ പൊട്ടിച്ച് തിന്നാൻ പറ്റുന്ന ബീക്സ് പാരറ്റിന്. കണ്ടിട്ടില്ലേ? നല്ല കട്ടിയുള്ളത്. ടു കട്ട് ആൻഡ് ഈറ്റ് മെനി കൈൻഡ്സ് ഓഫ് ഫുഡ്. പലതരത്തിലുള്ള ഫുഡ് തിന്നുന്ന ആളാണ്. ആരാണത്? യെസ്, ക്രോയുടെ ബീക്ക് കണ്ടോ? വളരെ വ്യത്യസ്തമായിട്ടുള്ള ബീക്ക്. അപ്പോൾ ഓരോ ബേർഡ്സിനും അതിൻ്റെ ആവശ്യത്തിന് അതിനെന്താണോ ഉപയോഗം അതിനനുസരിച്ചുള്ള ബീക്കും ഫീറ്റുമാണ് ഉള്ളത്. ഇനി ആനിമൽസിൻ്റെ ടീത്തിനെ കുറിച്ച് പറയാനേ. യു ഹാവ് സീൻ ദ ആനിമൽസ് ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത്. പലതരത്തിലുള്ള പല്ലുകളാണ് ആനിമൽസിലുള്ളത്. കൗസ് ഹാവ് ഷോർട്ട് ഫ്രണ്ട് ടീത്ത് ഫോർ സ്നിപ്പിംഗ് ഗ്രാസ്. ഇനി നമ്മൾ ആദ്യം പറയുന്നത് കൗവിനെ കുറിച്ചാണ്. കൗവിന് ഗ്രാസ് കടിച്ച് മുറിച്ച് തിന്നാനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് ടീത്ത് ആണ് അതിന് ഉപയോഗിക്കുന്നത്. ദ ടീത്ത് ഓൺ ദ സൈഡ് ആർ ലാർജ് ആൻഡ് ഫ്ലാറ്റ് ഫോർ ച്യൂവിങ് ദ ഗ്രാസ്. ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിയുന്ന ഗ്രാസിനെ നല്ലപോലെ ചവയ്ക്കാൻ വേണ്ടിയിട്ട് അകത്തെ പല്ലുകൾ എത്രയാണ്? വളരെ വലിയ പരന്ന പല്ലുകളാണുള്ളത്. ക്യാറ്റ്സ് ഹാവ് ഷാർപ്പ് ടീത്ത്. പക്ഷേ ക്യാറ്റിന് നല്ല കൂർത്ത പല്ലുകളാണുള്ളത്. എന്താ കാര്യം? ടിയറിങ് ആൻഡ് കട്ടിങ് മീറ്റ് ഇറച്ചി കട്ട് ചെയ്ത് ടിയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടീത്ത്. ദെൻ സ്നേക്ക് ഹാവ് ഷാർപ്പ് കർവ്ഡ് ടീത്ത് ബട്ട് ദേ ഡു നോട്ട് സ്യൂ ദെയർ പ്രേ. നമ്മുടെ സ്നേക്സിനെ നോക്കിയാൽ നല്ല ഷാർപ്പായിട്ടുള്ള കർവ്ഡ് മീൻസ് ഇങ്ങനത്തെ കർവ്ഡ് ആയിട്ടുള്ള ടീത്താണുള്ളത്. പക്ഷേ അവരൊരിക്കലും ആഹാരം ചവച്ച് ചെയ്യുന്നതില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? സ്നേക്ക് ഓൾവേസ് സ്വാളോ ദെയർ ഫുഡ് ഹോൾ. ഒന്നിച്ച് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ? തവളയൊക്കെ പിടിച്ചിട്ട് ഒറ്റ വിഴുങ്ങല കൊടുക്കുന്നത്. സ്കുറൽസ് ഫ്രണ്ട് ടീത്ത് കീപ് ഗ്രോവിങ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. സ്കുറലിൻ്റെ ഫ്രണ്ട് ടീത്താണെങ്കിൽ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും. കണ്ടിട്ടില്ലേ? ദേ ഹാവ് ടു കീപ് gnawing on things to keep their teeth from becoming too long. ഇവർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കാർന്ന് തിന്നുകയാണ് ചെയ്യുന്നത്. കാർന്ന് തിന്നുകയെന്ന് പറഞ്ഞാൽ കരണ്ട് തിന്നുക. ഇങ്ങനെ ലോങ് ആയിട്ട് ഇത് പോകുമ്പോൾ ഇതിൻ്റെ പല്ല് പോകുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നത്?
ആഹാരമെല്ലാം കരണ്ട് തിന്നെയാണ്, കാർന്ന് തിന്നെയാണ് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് അബൌട്ട് യുവർ ഓൺ ടീത്ത് ആൻഡ് ബ്രൈറ്റ്. നിങ്ങളുടെ പല്ലിനെ കുറിച്ച് ഞാൻ എഴുതണ്ടേ. നിങ്ങളുടെ ഏജ് എത്രയാണ്? 9 years അല്ലേ. ഹൗ മെനി ടീത്ത് ഡു യു ഹാവ്? എത്ര പല്ലുണ്ട് നിങ്ങൾക്ക്? അബൌട്ട് 28. ഹാവ് എനി ഓഫ് യുവർ ടീത്ത് ഫോളൺ ഓർ ബ്രോക്കൺ? ഹൗ മെനി? നിങ്ങളുടെ പല്ല് പൊഴിഞ്ഞു പോയിട്ടുണ്ടോ? യെസ് 1 അല്ലേ. ഇത് 1 എന്നൊക്കെ ഞാനങ്ങ് പറഞ്ഞാൽ നിങ്ങളുടേത് എത്ര എണ്ണം ഉണ്ടോ അത്ര എഴുതാം കേട്ടോ. ഹൗ മെനി ന്യൂ ടീത്ത് ഡു യു ഹാവ്? അത് ഞാൻ 1 എന്ന് എഴുതിയേക്കുന്നത്, നിങ്ങൾക്ക് അതിൽ കൂടുതൽ പുതിയ ടീത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതാം. ഹൗ മെനി ഓഫ് യുവർ മിൽക്ക് ടീത്ത് ഹാവ് ഫോളൻ ബട്ട് നോ ന്യൂ ടീത്ത് ഹാവ് യു കം ദെയർ പ്ലേസ്? ഇനി എത്ര മിൽക്ക് ടീത്ത് നിങ്ങൾക്ക് പോയിട്ടുണ്ട്, പുതിയ ടീത്ത് വന്നിട്ടില്ലാത്തത്? അതും 1 എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എത്ര മിൽക്ക് ടീത്ത് പോയിട്ട് വരാനുണ്ടെന്നുള്ളത് അവിടെ എഴുതാം. ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ടീത്ത്. ടീത്തിനെ കുറിച്ച് ഇനി കുറച്ച് കാര്യങ്ങളോട് പറയുകയാണേ. ലുക്ക് അറ്റ് യുവർ ഫ്രണ്ട്സ് ടീത്ത്. ആർ ദേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടീത്ത്? ഇനി നോക്കിയാൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ടീത്ത് ഒന്ന് നോക്കി, അത് ഡിഫറെൻ്റ് ആണോ അതോ എല്ലാം ഒരുപോലത്തെ ടീത്താണോ ഉള്ളത്? ഡ്രോ 1 ഫ്രണ്ട് ടീത്ത് ആൻഡ് 1 ബാക്ക് ടൂത്ത് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു ഫ്രണ്ട് ടൂത്തും മുന്നേ കാണുന്ന ഒരു പല്ലും പിന്നെ ബാക്കിൽ ഒരു പല്ലിൻ്റെയും പടം വരയ്ക്കുക. ക്യാൻ യു സീ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടീത്ത്? നോക്കിയേ, ഇവിടെ നമുക്ക് ഇത് നമ്മുടെ ഫ്രണ്ട് ടീത്തുകളാണ്. ഫ്രണ്ട് ടീത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഫ്ലാറ്റാണ് അല്ലേ. ഫ്രണ്ട് ടീത്ത് ഈസ് ഫ്ലാറ്റ് ആൻഡ് ഷാർപ്പ്. ഇനി ബാക്ക് ടീത്തോ? ബാക്ക് ടീത്തിൻ്റെതാ, ഇതൊക്കെ ബാക്ക് ടീത്താണ്. ഈ ബാക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കനം കൂടിയ ബ്രോഡ് നല്ല വലിപ്പമുള്ള പല്ലുകളാണ്. അപ്പോൾ ബാക്ക് ടീത്തായിട്ട് നമ്മൾ ഇത് വരയ്ക്കണം. ദെൻ ഫ്രണ്ട് ടീത്തായിട്ട് ഇത് വരയ്ക്കണം. ഫ്രണ്ട് ടീത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ ഇത്തിരി വീതിയിൽ വരയ്ക്കണം. ബാക്ക് ടീത്ത് നോക്കിയേ, ഫ്ലാറ്റായിട്ടാണ് വരച്ചേക്കുന്നത്. ബാക്ക് ടീത്ത് വരയ്ക്കുമ്പോൾ തിക്കായിരിക്കണം, പിന്നെ ഇച്ചിരി വൈഡായിട്ട് വരയ്ക്കുക. ഓക്കെ, ഈ രണ്ടും നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. ലെസൺ എല്ലാവരും വീഡിയോ കൃത്യമായി കണ്ട് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.